KTU S7 Civil Engineeringile CE 405 Environmental Engineering ഒന്നിലെ മൊഡ്യൂൾ 3ലെ ലെക്ചർ 1 ആണിത്. സിലബസ് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ, തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ്, സ്റ്റോക്സ് ലോ, ടൈപ്പ് ഓഫ് സെറ്റ്ലിംഗ്, കൊയാഗുലേഷൻ, മിക്സിംഗ്, ഫ്ലോക്കുലേഷൻ, ഡിസൈൻ ഓഫ് സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ആൻഡ് ക്ലാരിഫ്ലോക്കുലേറ്റേഴ്സ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ വാട്ടറിൽ സസ്പെൻഡഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസും അതുപോലെ ഡിസോൾവ്ഡ് ഇമ്പ്യൂരിറ്റീസും കാണും. സോ ദ പർപ്പസ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടു റിമൂവ് ആൾ ഇമ്പ്യൂരിറ്റീസ് വിച്ച് ആർ ഒബ്ജക്ഷണബിൾ ഫ്രം ടേസ്റ്റ് ഓർ ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ ഓർ ഫ്രം പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് വാട്ടർ സ്യൂട്ടബിൾ ഫോർ ഡിസൈർഡ് എൻഡ് യൂസ്. Water treatment occurs as a systematic process through a water treatment plant. Objectives of water treatment: to reduce the impurities to a certain level that does not cause harm to human health. Impuritiesന്റെ ആ ഒരു ലെവൽ റെഡ്യൂസ് ചെയ്യുക, and to reduce the objectionable color, odor, turbidity and hardness, and to make water safe for drinking, to eliminate the corrosive nature of water affecting the pipe, to make it suitable for a wide variety of industrial purposes such as steam generation, drying, etc. അതുപോലെ to remove pathogenic microorganisms and to remove hardness of water. ഇതൊക്കെയാണ് objectives of water treatment. Unique processes of water treatment. The water treatment processes includes many operations like screening, aeration, sedimentation, sedimentation with coagulation, softening, filtration, disinfection. വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സസ് ഒക്കെയാണ് ഇത്. ദ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് മേ ജനറലി അഡോപ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് റോ വാട്ടർ. ഈ പ്രോസസ്സിൽ ഏതൊക്കെ പ്രോസസ്സസ് ആണ് നമ്മുടെ റോ വാട്ടറിന് കൊടുക്കേണ്ടത് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ്. ബേസിക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രീനിങ്, നെക്സ്റ്റ് എയറേഷൻ, ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ കഴിഞ്ഞ വാട്ടറിന് നേരെ ഫിൽട്രേഷനിലോട്ട് പോവും. ഫിൽട്രേഷനിൽ നിന്ന് ഡിസിൻഫെക്ഷൻ, എയറേഷൻ, ദെൻ മിസ്ലേനിയസ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ ഇറ്റ് ഗോ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. ഓരോ പ്രോസസ്സസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ക്രീനിങ്. When water derived from the surface contain large suspended as well as floating matters which may be sticks, branches, leaves, etc. ലാർജ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ദ സ്ക്രീൻസ് ആർ ഫിക്സ്ഡ് ഇൻ ഇൻടേക്ക് വാൾവ്സ് ഓർ അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ടു റിമൂവ് ദ സസ്പെൻഡഡ് ആസ് വെൽ ആസ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സ് ലൈക്ക് ബ്രാഞ്ചസ്, ലീവ്സ്, സ്റ്റിക്സ്. ലാർജ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെയാണ് സ്ക്രീൻസ് എന്ന് പറയുക. ഈ സ്ക്രീൻസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഇൻടേക്ക് വർക്ക്സിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ എൻട്രൻസിലോ ആയിരിക്കും. സോ അതുവഴി ലാർജ് ഫ്ലോട്ടിംഗ് മാറ്റേഴ്സിനെ റിമൂവ് ചെയ്ത് നമുക്ക് വാട്ടറിന് അടുത്ത പ്രോസസ്സിലോട്ട് കൊണ്ടുവരാം. നെക്സ്റ്റ് പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ബൈ ഗ്രാവിറ്റേഷണൽ സെറ്റ്ലിംഗ്. ഗ്രാവിറ്റേഷണൽ സെറ്റ്ലിംഗ് വഴി പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ. ദ വാട്ടർ ആഫ്റ്റർ സ്ക്രീനിങ് മേ കണ്ടെയ്ൻ വേരിയസ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സ്ലിറ്റ്, ക്ലേ പാർട്ടിക്കിൾസ്. സോ ടു റിമൂവ് സച്ച് പാർട്ടിക്കിൾസ് സെഡിമെൻറ്റേഷൻ ഈസ് ഡൺ. ലാർജ് പാർട്ടിക്കിൾസ് സ്ക്രീനിങ് വഴി നമ്മൾ റിമൂവ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന ആ ഒരു വാട്ടറിൽ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സ്ലിറ്റ്, ക്ലേ പാർട്ടിക്കിൾസ് ഒക്കെ കാണും. ഇതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ സെറ്റ്ലിംഗ് അലോ ചെയ്യും. സോ ഈ ഗ്രാവിറ്റേഷണൽ സെറ്റ്ലിംഗ് വഴി ക്ലേ, സ്ലിറ്റ്, ആ പാർട്ടിക്കിൾസ് എല്ലാം ബോട്ടത്തിലോട്ട് സെറ്റിലാവും. ആ സെറ്റിലാകുന്ന വഴി നമ്മൾ ആ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യും. ഇങ്ങനെയാണ് സെഡിമെൻറ്റേഷൻ ഒക്കെ ചെയ്യുക. ഇനി സെഡിമെൻറ്റേഷൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊയാഗുലൻസ് ആഡ് ചെയ്യും. ആ പ്രോസസ്സിന് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ എന്ന് പറയും. ഈ സെഡിമെൻറ്റേഷനും പ്ലെയിൻ സെഡിമെൻറ്റേഷനും അതുപോലെ സെഡിമെൻറ്റേഷൻ വിത്ത് എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനാണ് ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് തേർഡ് പ്രോസസ്സാണ് എയറേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് വാട്ടർ ടു കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ദാറ്റ് കണ്ടെയ്ൻസ് ഓക്സിജൻ. എയറേഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻസ് ഫോർ മേക്കിംഗ് വാട്ടർ ഹെൽത്തി ആൻഡ് പ്യുവർ. വാട്ടറിലുള്ള ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള ടേസ്റ്റും ഓർഡറും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയറേഷൻ നടത്തുക. ഇറ്റ് ഈസ് ടു എൻഷുർ അഡിക്വേറ്റ് ഓക്സിജൻ ലെവൽ. വാട്ടറിൽ അഡിക്വേറ്റ് ഓക്സിജൻ ലെവൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വൺ ഈസ് ഫിൽട്രേഷൻ. സെഡിമെൻറ്റേഷനും
സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷനും വഴി റിമൂവ് ആകാത്ത പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് ടെക്നിക് വി യൂസ് certain structures called filters. ഫിൽട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഫിൽട്ടേഴ്സ് യൂസ് ചെയ്ത് ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഉള്ള വാട്ടറിനെ ഫിൽട്ടർ ചെയ്ത് നമ്മൾ സസ്പെൻഡഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് പ്രോസസ് ഇസ് ഡിസ്ഇൻഫെക്ഷൻ. ഈ ഫിൽട്രേഷൻ ആഫ്റ്റർ ഫിൽട്രേഷൻ കഴിഞ്ഞും റിമൂവ് ആകാത്ത പാത്തോജനിക് ബാക്ടീരിയാസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് ടെക്നിക് വി യൂസ് സർട്ടൻ കെമിക്കൽസ് ലൈക്ക് ക്ലോറിൻ, ഫ്ലൂറിൻ എക്സെട്ര. ആൻഡ് ബൈ യൂസിങ് ദീസ് കെമിക്കൽസ് കില്ലിംഗ് ജേംസ്, ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ കെമിക്കൽസ് യൂസ് ചെയ്ത് ജേംസിനെ കില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സസ് ആണ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ ഈസ് ദ ഗ്രാവിറ്റേഷണൽ അക്യുമുലേഷൻ ഓഫ് സോളിഡ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൻ്റെ ബോട്ടത്തിലോട്ട് ഉള്ള സോളിഡ്സിൻ്റെ അക്യുമുലേഷനെയാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇൻ ദിസ് സെഡിമെൻറ്റേഷനിൽ നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നത് അണ്ടർ ദ ആക്ഷൻ ഓഫ് നാച്ചുറൽ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റി വഴി നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ സെറ്റിൽ ചെയ്ത് ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ. വെരി ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ സെറ്റിലാകത്തില്ല. സോ ഈ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർട്ടൻ കെമിക്കൽസ് ആഡ് ചെയ്യും. കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അതുവഴി നമ്മൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് ടൈപ്പ് ഓൺ സെറ്റിലിംഗ് ആണ്. ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. Suspended solids present in water having specific gravity greater than that of water tend to settle down under the gravity as soon as the turbulence is retarded by offering storage. സസ്പെൻഡഡ് സോളിഡ്, വാട്ടറിൽ പ്രസൻറ്റ് ചെയ്യുന്ന സസ്പെൻഡഡ് സോളിഡ്സിന് വാട്ടറിനേക്കാളും ഗ്രേറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ വാട്ടറിലോട്ട് സെറ്റിലാവും. അങ്ങനെ സെറ്റിലാകുന്ന പാർട്ടിക്കിൾസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ നടക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടാങ്കിനെയാണ് സെറ്റിലിംഗ് ടാങ്ക് അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ ടാങ്ക്, സെഡിമെൻറ്റേഷൻ ബേസിൻ ഓർ ക്ലാരിഫയർ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലുള്ള ഒരു ടാങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്ലോ വെലോസിറ്റി റെഡ്യൂസ് ചെയ്ത് ആ ടാങ്കിനെ അങ്ങനെ നിർത്തുമ്പോഴത്തേക്കും അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, വാട്ടറിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആ ടാങ്കിൻ്റെ ബോട്ടത്തിലോട്ട് സെറ്റിലാവും. ഈ ഒരു പ്രോസസ്സാണ് പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ നടക്കുന്നത്. തിയററ്റിക്കൽ ആവറേജ് ടൈം ഫോർ വിച്ച് വാട്ടർ ഈസ് ഡിറ്റൈൻഡ് ഇൻ ദ സെറ്റിലിംഗ് ടാങ്ക് ഈസ് കോൾഡ് ഡിറ്റൻഷൻ പീരീഡ്. എത്ര ടൈമാണോ നമ്മൾ ആ ഒരു ബേസിനിൽ നമ്മൾ വാട്ടറിനെ ഡിറ്റൈൻ ചെയ്ത് നിർത്തുന്ന ആ ഒരു ടൈമിനെയാണ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. തിയറി ഓഫ് സെഡിമെൻറ്റേഷൻ. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ സെറ്റിൽ അണ്ടർ ദ ഗ്രാവിറ്റി ഇഫ് ദെയർ ഫ്ലോ ഈസ് റിട്ടാർഡഡ്. അപ്പം ഇവിടെ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിന് വാട്ടറിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് സെറ്റിലാവും. അങ്ങനെയാണ് നമ്മൾ പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക. ദ ഫോളോയിങ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെഡിമെൻറ്റേഷൻ പ്രോസസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ. ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഇറ്റ് മൂവ്സ് ഹൊറിസോണ്ടലി ടു ദ സെഡിമെൻറ്റേഷൻ ബേസിൻ. വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടുതലാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ സെറ്റിലിങ്ങിനെ അത് റിട്ടാർഡ് ചെയ്യും. സോ വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് മിനിമൽ റേഞ്ചിലായിരിക്കണം. മിനിമൽ റേഞ്ചിലാണെങ്കിൽ എഫക്റ്റീവ് സെറ്റിലിംഗ് എൻഷുർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഈസ് വിസ്കോസിറ്റി ഓഫ് വാട്ടർ. ഹൈ വിസ്കസ് വാട്ടർ റെസിസ്റ്റ് ദ സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസ്. വാട്ടറിൽ വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അത് സെറ്റിലിംഗ് ഓഫ് പാർട്ടിക്കിൾസിനെ റെസിസ്റ്റ് ചെയ്യും. സോ ലോ വിസ്കസ് ആണെങ്കിൽ മാത്രമേ എഫക്റ്റീവ് സെറ്റിലിംഗ് നടക്കത്തുള്ളൂ. തേർഡ് വൺ ഈസ് സൈസ്, ഷേപ്പ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പാർട്ടിക്കിൾസ്. ലാർജ് സൈസ് പാർട്ടിക്കിൾസ് സെറ്റിൽ മോർ ദാൻ ഫൈൻ പാർട്ടിക്കിൾസ്. ലാർജർ സൈസ് പാർട്ടിക്കിൾസിന്
സ്മോളർ പാർട്ടിക്കിൾസിനെക്കാളും ഈസിലി സെറ്റിൽ ആവാൻ പറ്റും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലാണെങ്കിലും ഈസിലി സെറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സുമാണ് സെഡിമെൻറ്റേഷനെ അഫക്റ്റ് ചെയ്യുന്നത്.